UDF സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി എംപിക്ക് വയനാടിന്റെ ആവശ്യങ്ങൾ അടങ്ങിയ കത്ത് കൈമാറി മാനന്തവാടി രൂപത. മണ്ഡലത്തിൽ എംപിയുടെ സ്ഥിരം പ്രതിനിധിയെ നിയമിക്കണം, വയനാടിനായി പ്രത്യേക പ്രകടന പത്രിക ഇറക്കണം എന്നതടക്കം നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള കത്താണ് കൈമാറിയത്. 15 വർഷത്തിനിപ്പുറം കേന്ദ്ര സർക്കാർ പദ്ധതികളൊന്നും വയനാട്ടിൽ നടപ്പാക്കിയിട്ടില്ലെന്നാണ് നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. വികസനത്തിനായി കേന്ദ്ര ഫണ്ട് വേണം, വന്യജീവി ശല്യത്തിന് പരിഹാരം കാണണം, വന്യജീവി ആക്രമണത്തിന് ഇരയാകുന്നവർക്ക് നഷ്ടപരിഹാരം നൽകണം, നശിപ്പിക്കപ്പെടുന്ന കൃഷിക്ക് നഷ്ടപരിഹാരം നൽകണം, കർഷകർക്ക് പെൻഷൻ നൽകണം, വയനാട്ടിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തൊഴിലവസരങ്ങളും വേണം, ആരോഗ്യ ഗതാഗത രംഗത്ത് വികസനം വേണം, മെഡിക്കൽ കോളേജ് വേണം, വയനാട്ടിലേക്ക് ബദൽ പാതകൾ നിർമ്മിക്കണം, ദേശീയപാത വികസനം വേഗത്തിലാക്കണം, രാത്രിയാത്രാ നിരോധനം പിൻവലിക്കണം, വയനാട് വഴി റെയിൽപാത യാഥാർത്ഥ്യമാക്കണം, ഗ്രാമങ്ങളുടെ അടിസ്ഥാന വികസനം എന്നീ കാര്യങ്ങളാണ് കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മണ്ഡലത്തിൽ രാഹുലിന്റെ പര്യടനം തുടരുകയാണ്. പ്രചാരണത്തിനെത്തിയ UDF സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി മാനന്തവാടി ബിഷപ്പ് ഹൌസിൽ സന്ദർശനം നടത്തുകയും മാനന്തവാടി ബിഷപ്പ് മാർ ജോസ് പൊരുന്നേടം, കോഴിക്കോട് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. 2 ദിവസം കൊണ്ട് 12 റോഡ് ഷോകളാണ് രാഹുൽ ഗാന്ധി നടത്തുന്നത്. സമീപ മണ്ഡലങ്ങളിലും രാഹുൽ പ്രചാരണത്തിനിറങ്ങുന്നുണ്ട്. അതേസമയം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വയനാടിനെ അവഗണിക്കുകയാണെന്നും മണ്ഡലത്തിലെ പ്രശ്നങ്ങൾക്കൊപ്പം താൻ ഉണ്ടാകുമെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. ഷെക്കീന ന്യൂസ്, വയനാട്.